നമസ്തേ ബോസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ എടുത്തു വെച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പറാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ട്രേഡ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കാണ് സിഗ്നൽ കാണിച്ചിരുന്നത്. ഈ സിഗ്നൽ വരുന്ന എല്ലാത്തിലും കയറി നമ്മൾ ട്രേഡ് കണ്ട അത് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഒരു 80 to 90% നമുക്കിനകത്ത് കൺഫേം ആക്രോസ് തരുന്ന സോഫ്റ്റാണ്. അതായത് നമുക്ക് മന്തിന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ചെയ്യാൻ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് നമുക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഇത് കൺഫേം ആണെങ്കിൽ മാത്രം എടുത്തേച്ചാൽ. ഞാനിപ്പോൾ പ്രീമിയം ചാർട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ചാർട്ടിൽ നിന്ന് എങ്ങനെയാണ് കോൾ സൈഡും പുട്ട് സൈഡും എൻട്രി എടുക്കുന്നത്, ഏത് സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഓൺ കോൾ ചെയ്ത് പറഞ്ഞു തരും. അപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ പുട്ട് ഓപ്ഷൻ എടുത്തിരിക്കുന്നത് 54,300. അപ്പം നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എടുക്കുന്ന പ്രീമിയം ചാർട്ടിൽ ഇതുപോലെ ബൈ സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ആ കൺഫേം അത് സിഗ്നൽ മാത്രം പോരാ, സിഗ്നൽ വന്നത് കൺഫേം ആയിരിക്കണേ. കൺഫേം എന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷമാണ് നിങ്ങൾ അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്ത് നോക്കുക, പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് തന്നെ എഴുതി കാണിക്കണം. പിന്നെ സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറിൽ ഓരോ ക്യാൻഡിലും ആണ് ഓരോ ബാർ ഫോം ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയോ നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കത് ഗ്രീൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ ആയത് ഈ ക്യാൻഡിലല്ലേ, ഈ ക്യാൻഡിലാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നേ. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന് ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാം. പക്ഷേ താഴത്തെ ബാർ ഇല്ലെങ്കിലും എടുക്കാൻ നമുക്ക് പറ്റും. കാരണം വെച്ചാൽ ഇത് കണ്ടോ, ഈ റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. കാരണം സോഫ്റ്റ് ഇവിടെ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്താണ് കയറിയത്. അതുകൊണ്ടാണ് ഇവിടുന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞത്. താഴത്തെ ബാർ ഇല്ലെങ്കിലും റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത എൻട്രികൾ നമുക്ക് എടുക്കാവുന്നതാണ്. പ്രൈസ് ബൈസോൺ ആണെന്ന് നോക്കണേ. ബൈസോൺ ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യണം. താഴത്തെ ബാറിലെങ്കിലും നമുക്ക് കൺഫർമേഷൻ ഡയറക്റ്റ് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി പൊട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ താഴത്തെ ബാർ കൊണ്ട് നോക്കിയ ശേഷം മാത്രം എടുക്കാം. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി ഇപ്പം ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ താഴത്തെ ബാറും പ്രൈസോൺ ഒക്കെ ബൈസോൺ തന്നെയാണ്. ദാറ്റ് മീൻസ് അവിടെ ആ ഇറങ്ങിയ മാർക്കറ്റ് അത്രയും പ്രോപ്പറായിട്ടുള്ളൊരു കൺഫേം ഒരു ഡൗണിലോട്ട് അല്ല വന്നിരിക്കുന്നത്. ഡൗൺ ആണെങ്കിൽ അതിൻ്റെ താഴത്തെ ബാറൊക്കെ ചേഞ്ച് ആവും. ഇപ്പോൾ എന്ന് വെച്ചാൽ ബ്രൈസോൺ നടത്താം മാർക്കറ്റ് ഇനിയും കയറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രൈക്കിൻ്റെ തന്നെ ചാൻസ് ഇവിടെ തന്നെ സോഫ്റ്റ് കാണിച്ചു തരും. നമ്മൾ ഇതിന് 54,300 സോഫ്റ്റ് കാണിച്ച എൻട്രി 264.80. അപ്പം നമ്മൾ 264.80 എൻട്രി ചെയ്യുന്നു വിചാരിക്കുക. താഴെ നോക്കിയാൽ 291, 312, 333. നമുക്ക് എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ നമുക്ക് അതേ ചാർട്ട്, അതായത് നമുക്ക് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആയതുകൊണ്ട് അതേ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ്, അതായത് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കി എക്സിറ്റ് ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജി സിമ്പിളായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ വരെ നമ്മളിത് പറഞ്ഞു തരുന്നതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.